റനീഷ റഹ്മാൻ ഒരു ബിഗ് ബോസ് താരമായിരുന്നു. ഈ മുസ്ലിം നാമധാരിയായ പെൺകുട്ടി കഴിഞ്ഞ ദിവസം നോമ്പെടുത്തതിന് ശേഷം അവർ ഈ പറഞ്ഞ ആറ്റുകാൽ പൊങ്കാലയിൽ പോയി പൊങ്കാല ഇട്ടു. ഇതൊക്കെ അവരുടെ സോഷ്യൽ മീഡിയ തന്നെ ഷെയർ ചെയ്ത കാര്യമാണ്. ആ പൊങ്കാല ഇടുന്ന വീഡിയോ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറേ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഉള്ള ആംഗ്ലമാർ വന്നിട്ട് നീ തലേ തുണിയിടാത്തവളാണ്, അല്ലെങ്കിൽ നീ എന്തിനാണ് 2 വെള്ളത്തിൽ കാല് കുത്തി നിൽക്കുന്നത്, നീ ഒരു മുസ്ലിം അല്ല അതല്ല എന്നുള്ളൊരു സൈബർ ബുള്ളിങ്. അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അത് ഇവർ പറഞ്ഞ ഒരു പള്ളിയിലും മതപരമായ മുസ്ലിങ്ങളുടെ മതപരമായ രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ക്രിസ്ത്യൻ പള്ളിയിൽ പോകാറുണ്ട്, അവർ കയറാൻ പറ്റുന്ന അമ്പലങ്ങളിൽ കയറാറുണ്ട്. അതെങ്ങനെ ആരാധിക്കണം, എങ്ങനെ പിന്തുടരണം എന്നൊക്കെ അവർക്ക് എല്ലാവിധ അധികാരമുണ്ട്. അത് പറയാൻ ഈ പറഞ്ഞ കമൻറ്റുകളിലേക്ക് എന്താ കാര്യമുള്ളത്? ഇങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ കയ്യിൽ. ഉദാഹരണമായിട്ട് മുസ്ലിങ്ങൾ തന്നെ സന്താന സൗഭാഗ്യമോ അല്ലെങ്കിൽ മക്കളുടെ കല്യാണമോ ഒക്കെ നടക്കാതെ വരുമ്പോൾ ഇതുപോലെ തന്നെ പ്രത്യേകിച്ചുള്ള അന്യമതസ്ഥരുടെ ആരാധനകൾ പോയി പ്രാർത്ഥിക്കുകയും നേർച്ചിടുന്ന ആൾക്കാരുണ്ട്. ഹിന്ദു മതവിശ്വാസികളോടും ക്രിസ്ത്യൻ മതവിശ്വാസികളോടാണ് ചോദിക്കുന്നത്. നിങ്ങളും ഒരു മതത്തിൽ അചഞ്ചലമായി വിശ്വസിക്കുന്ന ആൾക്കാരാണല്ലോ. നിങ്ങൾ ആ വിശ്വാസം കൊണ്ട് മറ്റ് മുസ്ലിങ്ങളുടെ ഏതെങ്കിലും ആരാധനയെ നിങ്ങൾ പിൻപറ്റുമോ, നമസ്കരിക്കുമോ? അല്ലെങ്കിൽ നമുക്ക് ക്രിസ്ത്യൻ, ഹിന്ദു, മുസ്ലിം എന്നൊക്കെ പറഞ്ഞ് തിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അവരൊരു ആരാധനയായിട്ടും അവർ ദൈവങ്ങൾ ശരിയെന്ന് വിശ്വസിക്കുന്നുണ്ടോ ആ ദൈവത്തിൽ. ഒരു ദൈവവിശ്വാസി എന്ന് പറഞ്ഞാൽ മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യാനി ആയിക്കോട്ടെ, ഹിന്ദു ആയിക്കോട്ടെ, അവരെ ദൈവത്തിൽ അചഞ്ചലമായിട്ട് വിശ്വസിക്കണം. അതിലെന്ത് കോട്ടങ്ങൾ എന്ത് വന്നാലും അത് ദൈവത്തിൻ്റെ പരീക്ഷണമാണെന്നും ദൈവം എനിക്ക് അതിനുള്ള എന്താണെന്ന് ശരിയാക്കി തരുമെന്ന് പ്രതീക്ഷ മുന്നോട്ട് പോകണം. അങ്ങനെയാണല്ലോ ദൈവവിശ്വാസം.